അൻസിബാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമ്മയ്ക്ക് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പരാതികൾ പോലും പരിഗണിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ആളുകളെ നോക്കിയാണ് അമ്മ പ്രശ്നം പരിഹരിക്കുന്നതെന്നാണ് ഇന്നലെ അൻസിബ പറഞ്ഞത്. അങ്ങനെ ഏതാളിനെ നോക്കി എന്ത് പരിഹരിച്ചായിട്ട് അറിയാം? ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗിൽ പ്രശ്നമായിട്ട് വരുന്നത് അൻസിബ ഹസനാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ തന്നെ രണ്ടാമത്തെ EC മീറ്റിംഗിൽ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ ആള് കൈമലർത്തി ഇങ്ങനെ ഒരു കാര്യം എന്നോട് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻസിബയുടെ എന്ത് കാര്യമാണ് നമ്മൾ പരിഹരിക്കാതിരുന്നിട്ടുള്ളത്? ഇത് കമ്മിറ്റിയിലേക്ക് വന്നാലല്ലേ, ഞങ്ങൾ അറിയുന്നില്ല, അൻസിബ കൊടുക്കുന്ന പരാതിയോ കാര്യങ്ങളോ അറിയുന്നില്ല. പിന്നെ പ്യോർലി പറഞ്ഞാൽ എന്റെ കേസിൽ, അതായത് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പരാതി കമ്മിറ്റി എടുത്തിട്ടില്ല. കാര്യം ഇത് സംഘടനയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്, ഇതൊരു കുടുംബ പ്രശ്നമാണ്. അത് സംഘടനയ്ക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? അത് പ്രസിഡന്റ് ചോദിച്ചത് ന്യായമല്ലേ? പിന്നെ അൻസിബ എത്ര മീറ്റിങ്ങുകൾക്ക് അവിടെ വന്നിട്ടുള്ളത്? ഏറ്റവും ലീസ്റ്റ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ചിലപ്പം അൻസിബ ആയിരിക്കും. എന്താണ് ഈ പറഞ്ഞ ഒരു ലെറ്ററിൽ പോലും എനിക്ക് ലൗഡ് സ്പീക്കർ ഇട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ഈ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് ചേച്ചി അത് അപ്രൂവ് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും, എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നെ ഇതിനെ എല്ലാം കൂടി എങ്ങനെയാണ് ഞാൻ കൊടുത്ത പരാതി വ്യാജ പരാതി ആവുന്നത്? എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബത്ത് വേറൊരാളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർ വന്നത് പരിഹരിക്കൂ എന്ന് അത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയുമ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കില്ലേ? അത് ഇരുത്തി പരിഹരിക്കാനായിട്ട് ശ്രമിക്കില്ലേ? ഇപ്പോഴും എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കിതൊരു കേസായിട്ട് മുന്നോട്ട് പോകാനായിരുന്നെങ്കിൽ എനിക്ക് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിന് എനിക്ക് കേസ് കൊടുക്കാമായിരുന്നു. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് കേസ് അല്ലായിരുന്നു ആവശ്യം, എനിക്കത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് പ്രസിഡന്റിന് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത്? ഞാനതിന് വില്ലിങ് ആവണ്ടേ? പ്രസിഡന്റ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇത് എനിക്ക് അവരെ ആരെ അറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇത് അൻസിബ വന്ന് കൊട്ടി ഘോഷിച്ചതൊരു വിവാദമാക്കിയത് കൊണ്ടാണ്. അല്ല, അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഉഷ ചേച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു, മറ്റത് വിളിച്ചു. ഇങ്ങനെ ഒരു പരാമർശങ്ങളും പറഞ്ഞിട്ടില്ല. പറയുന്നത് ആരാണ്? പിന്നെ അൻസിബ കേട്ടിട്ടില്ലല്ലോ. നീന കുറുപ്പ് പറയുന്നത് പറഞ്ഞ അൻസിബ കേട്ടു എന്നല്ലേ പറയുന്നത് പോലും. തീർച്ചയായിട്ടും അന്വേഷണം വേണം. പക്ഷെ അന്വേഷിച്ചാലും എന്താണ്, ഇത് ചില പ്രത്യേക ആൾക്കാരുടെ ഗൂഢാലോചനയാണെന്നുള്ളത് ഞങ്ങൾ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. അന്വേഷണം വരണമെങ്കിൽ ഏതുതരം അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഇതൊക്കെ തന്നെയാണ് കാരണം. ഇപ്പൊ തോന്നുന്നില്ലേ? കാരണം ടാർഗറ്റ് ചെയ്യപ്പെടണം. അതായത് അവിടെ എഴുന്നേറ്റ് നിന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരും ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോരുത്തരും മാറി നിൽക്കണം. അങ്ങനെ രാജിവെച്ച് വരുമ്പോൾ, കാരണം തീർച്ചയായിട്ടും സെക്രട്ടറിക്ക് ഉറപ്പായിട്ടും അറിയാം. ഇന്ന് മാലാ പാർവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സെക്രട്ടറി ഞങ്ങളെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കുന്നില്ല. മുൻപ് ഇടവേള ബാബു ചേട്ടൻ പിന്നെ സെക്രട്ടറി ആയിരുന്നപ്പോ ഞങ്ങളെ എല്ലാ വിവരങ്ങളും അറിയിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് കത്ത് വരാറില്ല, ഞങ്ങൾ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഓൺലൈൻ മീഡിയാസ് ഇത് പിന്നെ ന്യൂസ് ആക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഓഡിയോ വരെ റെക്കോർഡ് ചെയ്യായിരുന്നു. അവിടെ ഓഡിയോ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ മീറ്റിംഗ് കൂടാണ്ട് ഞങ്ങളുടെ കോൺഫറൻസ് ഹാളിൽ വരെ പിന്നെ CCTV വെച്ചിട്ട് അത് സൗണ്ട് ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വനിതകള് തലപ്പത്ത് വരണമെന്ന് കുറെ നാളായിട്ടുള്ള ഒരു ആവശ്യം കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ അംഗങ്ങൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടാണ്. നേതൃത്വം മാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ ജനറൽ ബോഡിയാണ് ഏറ്റവും വലിയ കോടതി. ആ കോടതി പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ 17 അംഗങ്ങളിൽ 8 പേരോളം പുരുഷന്മാരുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ 8 പുരുഷന്മാർ ഞങ്ങൾ ഈ 9 സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും മോശം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ തന്നെയല്ലേ അവിടെ ഇവിടെയും പോയിട്ട് ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ തെറ്റായിപ്പോയെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരവരുടെ നില മറക്കുന്നു, ഇല്ലെങ്കിൽ പദവിയിലാണ് വിരാജിക്കുന്നത് എന്ന് സ്വയം വിചാരിക്കുന്നു. അതായത് ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു കമ്മിറ്റിയാണെന്നും നമ്മൾ അംഗങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് ഇരിക്കുന്നതെന്നും നമ്മൾ അധികാര ദൂർത്തോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമോ നടത്തരുത് എന്നും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്നത്. അവരുടെ ഉള്ളിലെ ഈഗോ അതാണ് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞു വന്ന പിന്നെ ഞങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഫെഡപ്പ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്.
ഈ അൻസിബ ഇത്തവണത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു അംഗമാണ് അൻസിബ. അതെ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത്. അതെ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഒരു കാര്യം പറഞ്ഞു എന്ന് വേറൊരാൾ പറഞ്ഞതിന്റെ, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പറഞ്ഞതിന്റെ പേരിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം പോലുള്ള ഒരു പ്രധാനപ്പെട്ട പദവി രാജിവെച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മനസ്സിലാക്കി. ഒരിക്കലും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ രാജിയെ പറ്റി അൻസിബ ഇപ്പോഴല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പൊ ഈ മെമ്മറി കാർഡിന്റെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാനും അൻസിബയൊക്കെ ഒരു സെറ്റാണ്. ഞങ്ങൾ എന്തോ ആദ്യം ഞങ്ങളായിരുന്നു ടാർഗറ്റഡ് പേഴ്സൺസ്, ഞാനും അൻസിബയും ആയിരുന്നു. അപ്പോ ഈ ഞങ്ങളുടെ സെക്രട്ടറി വളരെ ഇതായിട്ട് ഞങ്ങളുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറുന്ന ഘട്ടത്തിൽ അൻസിബ എന്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ രാജിവെക്കാം, എന്നിട്ട് പ്രസ് മീറ്റ് വിളിക്കാം, ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് നമുക്ക് പറയാമെന്ന് ഇതേ അൻസിബ ഹസൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെയോ ഇന്നലത്തെയോ ഒരു പെട്ടെന്ന് വന്നൊരു പ്ലാനൊന്നും അല്ല അൻസിബയ്ക്ക് രാജിവെക്കണം എന്ന്. അത് ഈ കമ്മിറ്റി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അൻസിബയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജനറൽ ബോഡിക്ക് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഒരു മാസത്തേക്ക് വിലക്കുണ്ട്. അതാണ് എനിക്കും അറിയാത്തത്. കാരണം പല രീതിയിലും മാപ്പ് പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. അപ്പോ പിന്നെ ഇവര് സമാധാനിക്കുന്നില്ല, നമ്മുടെ നീന ചേച്ചി സമാധാനിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ പുറത്തു പോയാൽ ചേച്ചിക്ക് സമാധാനമോ? പോട്ടെ, ഞാൻ രാജിവെച്ചാൽ ചേച്ചിക്ക് സമാധാനമാവുമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ, ചേച്ചി വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പുള്ളിക്കാരി പറഞ്ഞു, ഒരു മാസം ലക്ഷ്മിപ്രിയ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാരും പറഞ്ഞു, അതൊരു ഞങ്ങളുടെ ബൈലോ പ്രകാരം പോലും ശാസനയാണ് ആദ്യത്തെ ഉള്ള ഒരു കാര്യം. രണ്ടംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ശാസനയാണ് ആദ്യമേ ഉള്ളത്. അതില്ലാതെ ഈ പറയുന്ന ബിൽഡപ്സ് ഒന്നും അതിന് കൊടുക്കാനായിട്ട് പറ്റില്ല. തന്നെ അപമാനിക്കപ്പെടേണ്ട വ്യക്തി ഞാനായിരുന്നല്ലോ, അത് ഞാൻ ആവോളം അപമാനിക്കപ്പെട്ടു. എന്താ പറയാ, ലക്ഷ്മിപ്രിയ പറയുന്ന പച്ചത്തെറി കേൾക്കും, അതിൽ എന്ത് പച്ചത്തെറിയാണുള്ളത്? ഞാൻ ശപിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ടാണ്. കാരണം തലേദിവസം ഇവർ കാണിച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത പെർഫോമൻസ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പാവപ്പെട്ട നല്ല അമ്മമാരെ സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കുന്നത്. 80 വയസ്സുള്ള കൃഷ്ണനും 10-67 വയസ്സുള്ള മറ്റ് ആൾക്കാരും ഒക്കെ എല്ലാം പിന്നെ 60+ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു നൃത്തശില്പം ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കേണ്ട കുട്ടിയെ ഇവര് കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നത്. കാരണം അപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും മോശക്കാരിയായ ഒരു വ്യക്തിയായിട്ട് ഇവർ മാറി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ചേച്ചി ഇതായിരുന്നു, ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി കാണില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇവരുടെ ആവശ്യം എന്നെ ഒരു മാസത്തേക്ക് മാറ്റി നിർത്തണം. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞേ അങ്ങനെ ലക്ഷ്മി ഒരു മാസത്തേക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല, ഇത് എന്താണിത്, ഇത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സെക്രട്ടറി പറഞ്ഞു, അത് നീനയ്ക്ക് സന്തോഷമാവട്ടെ, കാരണം ആ കുട്ടിയല്ലേ പരാതിക്കാരി. അതായത് നീനാക്കുറുപ്പ് പരാതിക്കാരി ആയതുകൊണ്ട് നീനാക്കുറുപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയ ഒരു മാസം മാറി നിന്നോളൂ. അന്നേരം പറഞ്ഞാൽ നമുക്കൊരു പോളിംഗ് വേണ്ടേ? അതിന് പോളിംഗ് ഒന്നും വേണ്ട. സെക്രട്ടറി പറഞ്ഞാൽ അതിന് പോളിംഗ് ഒന്നും വേണ്ട, ഒരു മാസത്തേക്ക് നീനാക്കുറുപ്പ് മാറി നിൽക്കട്ടെ, നീനാക്കുറുപ്പ് ലക്ഷ്മിപ്രിയ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ഹാപ്പി ആവട്ടെ, 1 മാസോ 2 മാസോ 3 മാസോ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. എന്തിന് ടിനി ടോമിനെ മാറ്റി നിർത്തണം? ടിനി ടോം അൻസിബ ഹസനെ പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടുണ്ടോ? നീനാക്കുറുപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏത് നീനാക്കുറുപ്പ് എന്നാണ് പരാതി കൊടുത്തത്? ഈ മെയ് 12-ാം തീയതി അല്ലേ പരാതി കൊടുത്തത്? ഞങ്ങൾ ആ പരാതി കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ടിനി ടോം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിനി ടോമിന് അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഇതിനെക്കാട്ടിലും വലിയ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവര് ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? ഡയറക്റ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ മീഡിയാസ് എല്ലാം പുറത്തുള്ള സമയത്ത് തന്നെ അതുല്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഈ സെക്രട്ടറി കത്തുകൾ റിമൂവ് ചെയ്യുന്നതിന് നടപടി വേണ്ടേ? ഈ സെക്രട്ടറി ഞങ്ങളുടെ സാമ്പത്തികം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടപടി വേണ്ടേ? ഞങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളൊക്കെയാണോ കുറ്റക്കാരായിട്ട് മാറുന്നത്?
നീനാക്കുറുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ശിങ്കിടിയാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. ഇവർക്ക് എല്ലാരും പുറത്താക്കണം, റിമൂവ് ചെയ്തങ്ങ് കളയുക, മെമ്പർഷിപ്പ് റിമൂവ് ചെയ്ത് കളയണം. ഇവർ പറച്ചിലാണ്. ഈ നീനാക്കുറുപ്പിനെ പിന്നെ ടിനി ടോം ചീത്ത വിളിക്കുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല ആ ഹാളിലുള്ളത്, 100-150 ആൾക്കാരുണ്ട്. നീനാക്കുറുപ്പിനെ പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. എന്തോ തികച്ചും കെട്ടിച്ചമച്ചതാണ്. ഇത് പറയണമെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ടിനി ടോം പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് നീനാക്കുറുപ്പ് മാത്രം കേട്ടു? ഞങ്ങൾ 504 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഒരു 10 പേര് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ നീനാക്കുറുപ്പ് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് അൻസിബെ നീനാക്കുറുപ്പ് പിന്നെ ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി കൊണ്ടുവരാം. പക്ഷേ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അൻസിബ പറയണം, ഞാൻ കേട്ടു, ടിനി ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി വന്ന് പറയട്ടെ, ആ മോള് പറയട്ടെ, ഞങ്ങൾ നടപടി എടുക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അൻസിബയും മലയാളത്തിൽ മഹാനടനെയും ചേർത്ത് വെച്ചിട്ട് അപവാദം പറയുന്നത്. അപ്പൊ അൻസിബ പറയുന്നതിൽ ന്യായമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. ഉണ്ട്. കാരണം ഈ ന്യായത്തിൽ നടപടി വേണം. ഞങ്ങള് ഇതിനെതിരെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ടിനി ടോമാണ്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒച്ചയുണ്ടാക്കിയ വ്യക്തി ടിനി ടോമാണ് ആദ്യം. അതൊന്നും അൻസിബയ്ക്ക് അറിയില്ല. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു April 30 ഞങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലുള്ള ഞങ്ങളുടെ മീറ്റിംഗിൽ ഞങ്ങൾ ഈ കത്ത് എടുക്കുകയാണ്. അതുല്യയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? അപ്പൊ ഈ കത്ത് എടുത്തപ്പോ ഈ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചു സെക്രട്ടറി വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരയു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ തീർച്ചയായിട്ടും നടപടി വേണം. ഇത് എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയിലാണ്. ഇതിപ്പോ ഇന്നലെ എന്നിലേക്ക്, ഇത് ഇന്ന് പിന്നെ ടിനിച്ചേട്ടനിലേക്ക്, നാളെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസിഡന്റ് അറിയുകയോ അതിൽ ഇടപെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. കാരണം പ്രസിഡന്റിന് ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയല്ലോ, അതുല്യ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചല്ലോ. അന്ന് തന്നെയാണ് പിന്നെ അതുല്യ ആദ്യമേ പ്രസിഡന്റും സെക്രട്ടറിക്കും ഓരോ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കത്ത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ മെയിൽ ആക്സസ് ഒന്നും ഞങ്ങൾക്കില്ല. നമ്മൾ എപ്പോഴും ഓഫീസിൽ പോകുന്നില്ല. മെയിൽ അഥവാ പോയാലും ഞങ്ങൾ ആരും മെയിൽ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഓക്കെ, ഈസിയിലാണ് ഇങ്ങനത്തെ കത്തുകളൊക്കെ വെക്കുക. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിക്കും മാത്രമായിട്ടാണ് ഈ കുട്ടി ആദ്യമേ ഒരു കത്ത് കൊടുക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അതുല്യ ഞാൻ പരിഹാരം ഉണ്ടാക്കാം, അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് വരട്ടെ. പ്രസിഡന്റ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് അത് ഒരിക്കലും ഹൈഡ് ചെയ്യുകയില്ല. അപ്പോ പിന്നെ പ്രസിഡന്റ് പറഞ്ഞു, അടുത്ത ഈസിയിൽ നമുക്ക് ഇത് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടിയെ പിന്നെ അച്ചടക്ക ലംഘനമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് വർക്കിന് എഫിഷ്യന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ പിന്നെ സസ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്മിസ് ചെയ്ത് കളയുന്നത്. ഏകപക്ഷീയമായിട്ട് പുള്ളിക്കാരി എടുത്ത തീരുമാനമാണ്. അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പിന്നെ ഇത് എടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി. ഞങ്ങളുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെതിരെയും ഇവർ ഭയങ്കര മോശം പറയും. കാരണം സെക്യൂരിറ്റി ഇതുപോലെ കത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കത്തുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അന്നത്തെ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം മീറ്റിംഗ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് കത്ത് എടുക്കുക? കത്ത് എടുത്തു തീർച്ചയായിട്ടും എടുത്തു. ഉണ്ണി ശിവപാലിനെതിരെ. അതെ. അതെ. കാരണം അതിൽപ്പെട്ട തീർച്ചയായിട്ടും ജനറൽ ബോഡിയിൽ സംസാരിക്കാനിരിക്കെ തന്നെയായിരുന്നു. അത് മാത്രമല്ല, അതിനു മുൻപും ഞങ്ങൾക്ക് പല കാര്യത്തിനെ കുറിച്ചും സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. കാരണം ഈ CCTVയെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പരിശോധിക്കണമായിരുന്നു. ശരിയാണ്, ആകെ 16 CCTV ഉണ്ടായിരുന്നിടത്ത് അത് ബാത്റൂമിന്റെ വാതിക്കലടക്കം 21 CCTV വെച്ചിട്ടുണ്ട്. താക്കോലുകൾ ഞങ്ങൾക്ക് തരണ്ട എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് കണ്ണും പൂട്ടി നമുക്ക് നാളെ തൊട്ട് നിങ്ങൾ വരണ്ടാട്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടാണ്, അതിന്റെ നടപടിക്രമം എന്ന രീതിയിലാണ് നമ്മളൊന്ന് അമിക്കബിൾ ആയിട്ട് അതിനെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞല്ല. തീർച്ചയായിട്ടും പിന്നെ നടപടി എടുക്കണ്ടേ?
ഒരു പെൺകുട്ടിയെ നിന്ന നിൽപ്പിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയ കുട്ടിയല്ലല്ലോ അതുല്യ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയെ പിരിച്ചുവിടുക, പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കെതിരെ അലിഗേഷൻസ് കൊണ്ടുവരിക, സെക്യൂരിറ്റി കൊടുത്ത പരാതി പിന്നെ ഇത് വ്യാജ പരാതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല കഥകളും ഉണ്ടാക്കി പറയാ. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും സ്പഷ്ടമായിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതെ, ആ സമയത്താണ് ഇപ്പോൾ നേരെ എതിരിൽ നിൽക്കുന്ന ടിനി ടോമിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണോ ഇത് പ്രസിഡന്റ് ആസൂത്രിതമാണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെയല്ലേ ഭയക്കേണ്ടത്? കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയല്ല ഭയക്കേണ്ടതെന്നല്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഒരു വലിയ ഐ ക്യാമ്പയിനിങ് നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസില്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. ഈ നീന ചേച്ചിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. ഈ നീന കുറുപ്പ് അത്ര ബോൾഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഡോർ സ്റ്റേഡിയത്തിന് മതിലിനോട് ചേർന്നിരിക്കുന്നതല്ലേ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അവര് പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്? എന്തുകൊണ്ടാണ്? നീന കുറുപ്പാണ് ഈ വാക്കുകളൊക്കെ പറയുകയും ഭയങ്കര ഷൗട്ട് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. ഇന്നലെ ഒരു ആരോപണം വന്നത്, അതായത് ജനറൽ സെക്രട്ടറിയാണ് അമ്മയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തുകയാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യമല്ലേ? ആ പറഞ്ഞ തീർച്ചയായിട്ടുമാണ്. കാരണം വെച്ചാൽ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രമാണ് വരുന്നത്. പക്ഷെ എനി ടൈം ഏത് പച്ച പാതിരാത്രിക്ക് നമുക്ക് പ്രസിഡന്റിനെ ഫോൺ വിളിക്കാൻ പറ്റും. പ്രസിഡന്റിനെ എന്ത് കാര്യം മെസ്സേജ് അയച്ചാൽ അതിന് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രസിഡന്റിനെ യാതൊരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല. അത് ഇന്ന് രാവിലെ മാല പാർവതി ചേച്ചി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്വേത ഇതൊന്നും അറിയുന്നില്ല. അറിയിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പിരിച്ചുവിടണ്ടേ വന്നാൽ പിരിച്ചുവിടട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്താ പറയുക? അതിൽ ആധികാരികത പരിശോധിക്കണം. അതായത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാനുള്ള ഒരു റൈറ്റ് ഇല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല. അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി ഞാനാണ്. അത് വളരെ രഹസ്യമായിട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞ ജിഹാദി ആരോപണമോ രാഷ്ട്രീയമോ വർഗീയമായിട്ടോ മതപരമായിട്ടോ കണ്ടിട്ടില്ല അതിനെ. കാരണം അൻസിബ മാത്രമല്ല അതിനെ ഒപ്പോസ് ചെയ്ത്. പിന്നെ അൻസിബയ്ക്ക് മാത്രം ഇതിൽ എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? മനസ്സിലായില്ലേ? അപ്പോ ഒരു ഇപ്പൊ ഞാൻ അയച്ച വോയിസ് മെസ്സേജ്, ശരി ഞാൻ തെറ്റ് ചെയ്തു, എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിക്കൂടെ, ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് വിടണം, എന്നെ ഇതിനകത്തുനിന്ന് മെമ്പർഷിപ്പും കട്ട് ചെയ്ത് വിടണം. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. ആ അജണ്ട നടപ്പാക്കാതെ വരുമ്പോ അടുത്ത ആരിലേക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെക്രട്ടറി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് സെക്രട്ടറിക്ക് 100% അറിയാം. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നേതൃത്വമായിരുന്നു ആ സമയത്ത്. അതെ, അഭിപ്രായമുള്ള നേതൃത്വമായിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളിൽ അവരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? അവരോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സീനിയർ മെമ്പർമാരെല്ലാം വളരെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇതൊരു ഇമോഷനാണ്. അമ്മ എന്ന് പറയുന്നതിനെ AMMA എന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ ആരും അതിനെ അംഗീകരിക്കാത്ത വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ്. അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഇമോഷനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇമോഷനെ തൊട്ട് കളിക്കുമ്പോൾ ആ ഇമോഷന് ഹേർട്ട് ആവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. ഞങ്ങളുടെ സീനിയർ മെമ്പർമാരെല്ലാം ഇപ്പൊ ഈ ഞാൻ പറയുന്നത് പോലും അവർ കേട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കേണ്ടടുത്ത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 100 കോള് വരാറുണ്ട്. എന്താ ഉണ്ടായത്, എന്ത് സംഭവിച്ചു, എന്താണ് മീഡിയയുടെ മുന്നിൽ എന്താണെന്ന് ചോദിക്കേണ്ടത്. കാര്യം അമ്മമാർക്ക് ഈ അന്വർത്ഥമാണ് ഈ പദം. അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണിത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വണ്ടിക്ക് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ ഊബറും വിളിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട്, വോളണ്ടറി പ്രോഗ്രാം ആണല്ലോ ഇതൊക്കെ, അപ്പൊ അത്ര സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അങ്ങനെ അല്ലാതെയൊക്കെ മാധ്യമങ്ങളിൽ തന്നെ ഓരോ വാർത്ത വരും, അതിന്റെ അടി വന്നിട്ട് എന്തെല്ലാം തെറിയും തെമ്മാടത്തിലാണ് ആൾക്കാർ നമ്മളെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും സത്യങ്ങൾ അറിയോ?